ഇന്ന് ഒരു കഥ പറയാം. ബ്രസീലിയൻ എഴുത്തുകാരി ക്ലാരിൻ ലിസ്പെറ്റർ എഴുതിയ ഒരു കഥയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. വളരെ രസകരമായ ഒരു കഥയാണ്. കഥയുടെ പേര് ആദ്യ ചുംബനം എന്നാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുകയും വേണം. എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്ലാരിസ് ലിസ്പെറ്റർ എഴുതിയ ആദ്യ ചുംബനം. വായിക്കുന്നത് നവാബ് കോവിലകത്ത്. അവർ രണ്ടുപേരും സംസാരിക്കുന്നതിലേറെ പിറുപിറുക്കുകയായിരുന്നു. ആ ബന്ധം അല്പം മുമ്പ് തുടങ്ങിയിട്ടേയുള്ളൂ. രണ്ടുപേരുടെയും തല പമ്പരം കറങ്ങുന്നുമുണ്ട്. അത് പ്രണയമായിരുന്നു. പ്രണയവും അതിനെ തുടർന്നു വരുന്ന മറ്റേതും അസൂയ. കൊള്ളാം, നീ ആദ്യമായി പ്രേമിക്കുന്നത് എന്നെയാണെന്നു നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. അത് കേൾക്കുന്നത് എനിക്കിഷ്ടവുമാണ്. എന്നാൽ നീ നേര് പറയണം. നേര് മാത്രം പറയുകയും വേണം. എന്നെ ചുംബിക്കുന്നതിന് മുമ്പ് മറ്റൊരു സ്ത്രീയെയും നീ ചുംബിച്ചിട്ടില്ല? കാര്യം ലളിതമായിരുന്നു. ഉണ്ട്, മുമ്പ് ഞാൻ ഒരു സ്ത്രീയെ ചുംബിച്ചിട്ടുണ്ട്. അതാരായിരുന്നു? മുറിപ്പെട്ട പോലെ അവൾ ചോദിച്ചു. അവനത് ഉള്ളതുപോലെ പറയാൻ ശ്രമിച്ചു. അതെങ്ങനെയെന്ന് അവനറിയുകയുമില്ല. ടൂറിസ്റ്റ് ബസ് സാവധാനം മല കയറുകയായിരുന്നു. അവന് ചുറ്റും മറ്റു കുട്ടികൾ ഒച്ച വയ്ക്കുന്നുണ്ടായിരുന്നു. കുളിരുന്ന ഇളം കാറ്റ് തൻ്റെ മുഖത്തടിക്കുന്നതും അതിൻ്റെ നീണ്ട വിരലുകൾ, ഒരമ്മയുടേതുപോലെ നേർത്ത ഭാരമില്ലാത്ത വിരലുകൾ തൻ്റെ മുടിയിഴകൾ തഴുകിപ്പോകുന്നതുമറിഞ്ഞ് അവനിരുന്നു. ഇടയ്ക്കിടെ അവൻ്റെ മനസ്സ് ചിന്ത പോലുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അവനത് ഹൃദ്യമായി തോന്നുകയും ചെയ്തു. കൂട്ടുകാരുടെ കോലാഹലത്തിനിടയിൽ അങ്ങനെയൊരവസ്ഥയിൽ അധിക നേരം ഇരിക്കാനും പ്രയാസമായിരുന്നു. അവന് ശരിക്കും ദാഹിക്കാനും തുടങ്ങിയിരുന്നു. കൂടെയുള്ളവരുമായി തമാശ പറയുക, ഉച്ചത്തിൽ, എഞ്ചിൻ്റെ മുരൾച്ചയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുക, പൊട്ടിച്ചിരിക്കുക, അലറി വിളിക്കുക, ചിന്തിക്കുക, വികാരം കൊള്ളുക. ഹൗ, തൊണ്ട വരണ്ടു പോകില്ലേ? വെള്ളത്തിൻ്റെ സൂചന പോലുമില്ല താനും. പിന്നെ ചെയ്യാനുള്ളത് വായിൽ ഉമിനീര് കെട്ടി നിർത്തുക എന്നതായിരുന്നു. അവൻ ചെയ്തതും അതാണ്. പൊള്ളുന്ന വായ ഉമിനീര് കൊണ്ട് നിറച്ച് അവൻ സാവധാനം കുടിച്ചിറക്കി. പിന്നെയും പിന്നെയും. പക്ഷേ അതിനും ഉമിനീരിനും ചൂടായിരുന്നു. അതുകൊണ്ട് ദാഹം പോയതുമില്ല. ആത്യന്തികമായി ഒരു ദാഹം, അവനേക്കാൾ വലിയ ഒരു ദാഹം അവൻ്റെ ഉടലാകെ ബാധിച്ചു. മുമ്പത്ര സുഗതമായി തോന്നിയിരുന്ന ഇളങ്കാറ്റ് ഉച്ചവെയിൽ ചൂടുന്നതും വരണ്ടതുമായി മാറിയിരുന്നു. അതവൻ്റെ മൂക്കിലൂടെ ഉള്ളിൽ കയറി അവൻ ക്ഷമയോടെ ശേഖരിച്ച ഉമിനീരിനെ വരട്ടിക്കളയുന്നതായിരുന്നു. ഇനി മൂക്കൊന്നടച്ചു പിടിച്ച് ആ ഉഷ്ണഭൂമിയിലെ വായു അകത്തേക്കടിക്കുന്നത് അല്പമൊന്നു കുറച്ചാലോ? പക്ഷേ ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അവന് ശ്വാസം മുട്ടി. കാത്തിരിക്കുക, കാത്തിരിക്കുക, അതേ പരിഹാരമുള്ളൂ. കുറച്ചു മിനിറ്റുകളാവാം, കുറച്ചു മണിക്കൂറുകളാവാം. എന്നാൽ അവൻ്റെ ദാഹമാവട്ടെ വർഷങ്ങളുടേതായിരുന്നു. എങ്ങനെയെന്നോ എന്തുകൊണ്ടെന്നോ അവനറിയില്ല. താൻ വെള്ളത്തിനു തൊട്ടടുത്താണെന്ന് അപ്പോഴും അവന് തോന്നി. തൻ്റെ തൊട്ടടുത്ത് അതുണ്ട്. അവൻ്റെ കണ്ണുകൾ ജനലിലൂടെ പുറത്തു ചാടി. മണത്തും ഉറ്റുനോക്കിയും പൊന്തകൾക്കിടയിലൂടെ ഓടി. അവനിലെ ജന്തുവാസനയ്ക്കു തെറ്റിയില്ല. റോഡിൻ്റെ അപ്രതീക്ഷിതയിൽ ഒരു തിരിവിൽ പൊന്തകൾക്കിടയിലായി ഒരു ജലധാര. അവൻ സ്വപ്നം കണ്ട ജലം നേർത്തൊരുക്കായി അതിൽ നിന്നിറ്റിയിരുന്നു. ബസ് നിന്നു. എല്ലാവർക്കും ദാഹമുണ്ടായിരുന്നെങ്കിലും മറ്റാരേക്കാളും മുമ്പായി ആ കല്ലുകൾ കൊണ്ടുള്ള ജലധാരയ്ക്കടുത്തെത്താൻ അവനായി. അവൻ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ തുറന്നു. പിന്നെ വെള്ളമൊഴുകുന്ന ആ വിടവിലേക്ക് വ്യഗ്രതയുടെ ചുണ്ടുകൾ ചേർത്തമർത്തി. ആദ്യത്തെ ഒരിറ്റു വെള്ളം അവൻ്റെ നെഞ്ചിലൂടെ വയറ്റിലേക്ക് കുളിരു പകർന്നു കൊണ്ടൊഴുകിയിറങ്ങി. അത് ജീവൻ്റെ തിരിച്ചുവരവായിരുന്നു. അവൻ്റെ ഉള്ളിലെ മണൽപ്പറമ്പിൽ മതിവരവോളം കുതിർന്നു. അവനിപ്പോൾ കണ്ണു തുറക്കാമെന്നായി. അവൻ കണ്ണു തുറന്നു. തൻ്റെ തൊട്ടടുത്തായി ഒരു പ്രതിമയുടെ 2 കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്നതായി കണ്ടു. അതൊരു സ്ത്രീയുടെ പ്രതിമയാണെന്നും അവളുടെ വായിൽ നിന്നാണ് വെള്ളമൊഴുകുന്നതെന്നും അവൻ കണ്ടു. ആദ്യത്തെ കവിളെടുക്കുമ്പോൾ തന്നെ വെള്ളത്തേക്കാൾ തണുത്തൊരു സ്പർശം അവൻ്റെ ചുണ്ടുകൾക്ക് തോന്നിയിരുന്നല്ലോ എന്നവൻ ഓർക്കുകയും ചെയ്തു.
താൻ ചുണ്ടു ചേർത്ത് ഒരു സ്ത്രീയുടെ കൽപ്രതിമയുടെ ചുണ്ടുകളാണെന്ന് അവനപ്പോൾ മനസ്സിലായി. ജീവൻ ഒലിച്ചിറങ്ങിയത് ആ വായിൽ നിന്നാണ്. ഒരു വായിൽ നിന്ന് മറ്റൊന്നിലേക്കാണ്. അവൻ്റെ നിഷ്കളങ്കത ഒന്നു പതറി. നിഗൂഢമായതെന്തോ അവൻ അനുഭവപ്പെട്ടു. എന്നാൽ ജീവൻ പകരുന്ന, ജീവൻ മുളയെടുക്കുന്ന ആ ദ്രാവകം പ്രവഹിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നല്ല. അവൻ ആ നഗ്ന പ്രതിമയെ നോക്കി. അവൻ അവളെ ചുംബിച്ചിരിക്കുന്നു. പുറമേ കാണാത്ത ഒരു പ്രകമ്പനം അവനറിഞ്ഞു. അതവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങി. ഉടലാകെ വലിച്ചുലച്ചുകൊണ്ട് ഒരു പൊള്ളുന്ന കനലായി അവൻ്റെ മുഖത്തു നിന്ന് പൊട്ടിത്തെറിച്ചു. അവൻ ഒരടി മുന്നോട്ട് വെച്ചു. അതോ പിന്നോട്ടോ? താൻ എന്താണ് ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാകാതായിരുന്നു. അസ്വസ്ഥതയോടെ, വിസ്മയത്തോടെ അവന് ബോധ്യമായി തൻ്റെ ദേഹത്തിൻ്റെ ഒരു ഭാഗം, മുമ്പെത്രയും അയഞ്ഞു കിടന്നിരുന്ന ഒരു ഭാഗം, ഇപ്പോഴത് വല്ലാതെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണെന്ന്. മുമ്പൊരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന്. മതിരിക്കുന്നൊരു പ്രചണ്ഡതയോടെ അവൻ മറ്റുള്ളവർക്കിടയിൽ ഒറ്റപ്പെട്ടു നിന്നു. അവൻ്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സ്പന്ദനങ്ങൾ അനിയതമായിരുന്നു. ലോകം മാറുകയാണെന്ന് അവന് ബോധ്യമാവുകയായിരുന്നു. ജീവിതം തീർത്തും പുതിയതായിരിക്കുന്നു. അതിപ്പോൾ മറ്റൊന്ന് ഒരു ഞെട്ടലോടെ കണ്ടുപിടിക്കപ്പെട്ടതാണ്. എപ്പോഴും തകരാവുന്ന ഒരു സന്തുലിതാവസ്ഥയിൽ ചഞ്ചലവുമാണത്. ഒടുവിൽ അവൻ്റെ സത്തയുടെ ആഴത്തിൽ നിന്ന്, അവൻ്റെ ഉള്ളിലെ ഒരു നിഗൂഢ സ്രോതസ്സിൽ നിന്ന് ആ യാഥാർത്ഥ്യം പുറത്തേക്ക് കുതിച്ചു. അവനതിൽ ഭയത്തോടൊപ്പം മുമ്പൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരഭിമാനവും നിറച്ചു. താൻ ഒരാണായിരിക്കുന്നു. രസകരമായൊരു കഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. വിവർത്തനം ചെയ്തിരിക്കുന്നത് വി രവികുമാറാണ്. നിലാവുള്ള രാത്രിയിൽ എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ളതാണ് ഈ ഒരു കഥ.